ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം പലരും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രേക്ഷകർ കാണണ്ട എന്ന് നമുക്ക് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ചെയ്യാനായിട്ട് ആദ്യം പോകേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ, ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ബ്ലർ ചെയ്യപ്പെടേണ്ടത്, ആ വീഡിയോയിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഡീറ്റെയിൽസ് അനാലിസിസ്, അതിന് കീഴെ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ കാണുന്ന ഓപ്ഷൻ. ഇത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഇതിൽ കാണിക്കും. നിങ്ങളുടെ ഏത് പോർഷൻ ഓഫ് യുവർ വീഡിയോയിലാണ് നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ട ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ ഈ മെനുവിൽ തന്നെ അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ബ്ലർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ആ സംഭവം. ഇതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ തരും. ഒന്ന് ഫേസ് ബ്ലർ ആണ്, ഒന്ന് കസ്റ്റം ബ്ലർ ആണ്. നമ്മൾ ഫേസ് ബ്ലർ എന്ന ഒരാളുടെ ഫേസ് ട്രാക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് ബ്ലർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ എനിക്കിവിടെ വേണ്ടത് കസ്റ്റം ബ്ലർ ആണ്, കാരണം എൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വിൻഡോ ആണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ അത് സെലക്ട് ചെയ്തു. ഓക്കെ, കസ്റ്റം ബ്ലർ ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കസ്റ്റം ബ്ലർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നീല കളറിലുള്ള ഒരു പോർഷൻ കാണാം. അതായത് നിങ്ങളുടെ ടൈം ലൈനിൽ ഈ ഒരു നീല ഭാഗത്താണ് ഈ ഒരു ബ്ലർ അപ്ലൈ ചെയ്യപ്പെടുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോൻ്റെ എത്ര മുതൽ എത്ര വരെയുള്ള സെക്കൻഡ്സിലാണ് നിങ്ങളുടെ ആ വിൻഡോ വരുന്നത്, ആ വിൻഡോ ബ്ലർ ചെയ്യാനുള്ള ആ പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്കൊരു നീല സ്ക്വയർ ഉണ്ട്. ആ നീല സ്ക്വയർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് സേവ് അടിക്കുക. സേവ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ ഈ ഒരു ചേഞ്ചസ്, ദ ഒറിജിനൽ വേർഷൻ ഓഫ് യുവർ വീഡിയോ വിൽ ബി സേവ്ഡ് ഇൻ യൂട്യൂബ് ആൻഡ് യു ക്യാൻ അൺഡു ദി എഡിറ്റ്സ് വെരി യു ഡൺ. നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അൺഡു ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, it might take a few hours for your changes to apply. During that time, viewers will see the current version of the video. You won't be able to make other changes to the video. അതായത് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ, അതായത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ സേവ് ചെയ്ത സമയം മുതൽ ഇത് അപ്ലൈ ആവാനായിട്ട് ഒരു ഫ്യൂ അവേഴ്സ്, ചിലപ്പോൾ 5 minutes എടുക്കും, ചിലപ്പോൾ 10 minutes എടുക്കും, ചിലപ്പോൾ ഒരു ഫ്യൂ അവേഴ്സ് എടുക്കും, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ലെങ്തി യു ഹാവ് എഡിറ്റഡ് യുവർ വീഡിയോ. അതിനനുസരിച്ചിട്ട് യൂട്യൂബ് അത് സിസ്റ്റത്തിൽ അവരുടെ സെർവറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം എടുക്കും. ആ സമയം അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയം വരെ നിങ്ങളുടെ ഒറിജിനൽ വേർഷൻ ഓഫ് ദ വീഡിയോ, അതായത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളുടെ വ്യൂവേഴ്സിന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വേറൊരു ചേഞ്ചസും ചെയ്യാൻ കഴിയില്ല. വൺസ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ബ്ലർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോയിൽ എഡിറ്റ് ചെയ്യാനോ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു വിൻഡോ വരും, വീഡിയോ ഇസ് ബീങ് പ്രോസസ്ഡ്, പ്ലീസ് ചെക്ക് ബാക്ക് ലേറ്റർ. എനിക്കിപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വിൻഡോ പോയി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലർ ചെയ്യുന്ന ഒരു പോർഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് ഞാൻ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ആ ഒരു പോർഷൻ. ഇപ്പോൾ ഒരു വിൻഡോ തെളിഞ്ഞു വരും. ആ വിൻഡോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടൊരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വിൻഡോ ഇവിടെ ബ്ലർ ആയിപ്പോയി. ഇപ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു സ്റ്റെപ്പാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ, നിങ്ങളുടെ ആ വീഡിയോയിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സ് കളയാതെ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അൺവാണ്ടഡ് പോർഷൻ ഓഫ് യുവർ വീഡിയോ നിങ്ങൾക്ക് ബ്ലർ ചെയ്ത് കളയാവുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ട്. ഇത് പലർക്കും അറിയില്ല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എൻ്റെ ഒരുപാട് ഫാബേഴ്സും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമായതുകൊണ്ട് ഞാനിത് ഇമ്മീഡിയറ്റ് ആയിട്ടിടുന്നു. അടുത്ത വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ ഒരു വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ഒരു യൂട്യൂബിൽ അപ്ലോഡ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ മെറ്റഡാറ്റ എങ്ങനെ സെറ്റ് ചെയ്യാം. മെറ്റഡാറ്റ എന്ന് പറയുന്നത് ഒരു തരത്തിൽ SEO ആണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ആ ഒരു സംഭവം എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.
അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കാം. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.